ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥന്റെ കൽപ്പനാ നിരോധങ്ങൾ പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷ്മതയോടെ വണങ്ങി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ സുദിനത്തിൽ, ഈ സുപ്രഭാതത്തിൽ, ഈ എഴുതുഗാഹിൽ നാം സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ നമുക്ക് ആഘോഷിക്കാനായി നിശ്ചയിച്ചു തന്ന രണ്ട് ആഘോഷവേളകളിൽ ഒന്നിൽ, ഈദുൽ ഫിത്തറിൻ്റെ ഈ സുദിനത്തിൽ, ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് തികഞ്ഞ ആത്മീയമായ ഔത്കർഷം ആർജിച്ചു അള്ളാഹു നൽകിയ ഈ സന്തോഷവേള ആഹ്ലാദത്തിൻ്റെ വേളയായി യഥാവിധി അനുഭവിക്കാനും ആസ്വദിക്കാനും ആഗ്രഹിച്ചു പ്രതീക്ഷയോടുകൂടി നാം സമ്മേളിച്ചിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരും സുഭിക്ഷതയിൽ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം നടത്തിയ ധാന്യദാന വിതരണമാണ്. അതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ നാം നിർവഹിച്ച നാഥന് മുമ്പിൽ പ്രണമിക്കുന്ന സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന നമസ്കാരമാണ്. അതിൻ്റെ മൂന്നാമത് ഭാഗമാണ് ഈ ചെറിയ പെരുന്നാളിൻ്റെ സന്ദേശം നാം ഉൾക്കൊള്ളാനും നമ്മെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദര സമുദായ അംഗങ്ങളെയും മാലോകരെയും അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ വിധി പ്രകാരമുള്ള ഈ ഉപദേശ ഉത്ബോധന ശ്രവണം. ശേഷം ഈ ആഘോഷം സാധാരണഗതിയിൽ കണ്ട് ശീലിച്ച ആഘോഷങ്ങളുടെ പരിധിയിലേക്ക് കടക്കാതെ തികഞ്ഞ ആത്മീയതയുടെ, ആത്മനിർവൃതിയുടെ, അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ അനുസ്മരിക്കുന്ന ആഘോഷമാണ്. ഈദ് എന്നതിന് ആഘോഷം എന്നർത്ഥമുള്ളത് പോലെ തന്നെ അറബി ഭാഷയിൽ ഈദ് എന്ന പദത്തിന് മടക്കം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ആഘോഷം സാധാരണഗതിയിൽ കണ്ട് ശീലിച്ച ആഘോഷങ്ങളല്ല. സൗഹൃദം പങ്കിട്ടും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും, അയൽപ്പക്ക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചും, സഹോദര സമുദായ അംഗങ്ങളുമായുള്ള ഒത്തുജീവത്തിന്റെ മഹിത മാതൃകൾ കാഴ്ചവെച്ചും, ആ സമയങ്ങളിലൊക്കെയും നമസ്കാര സമയത്ത് മറക്കാതെ നാഥനിലേക്ക് നമ്മുടെ അർത്ഥനകൾ എത്തിച്ചും അവന്റെ കൽപ്പന പാലിച്ചും സവിശേഷമായ മടക്കത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആഘോഷം, അതിരുവിടാത്ത ഒരു ആഘോഷം. ഇതാണ് ഈ സുദിനത്തിന്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ആഘോഷവേളയുടെ തുടക്കം മുതൽ, അതിന്റെ പ്രഖ്യാപനം മുതൽ ഈ ദിവസം, ഈ സന്ധ്യ ആകുന്നത് വരെയുള്ള സമയം വിശ്വാസികളുടെ കണ്ടനാളങ്ങളിൽ നിന്ന് തക്ബീറുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാഥന്റെ നാമത്തെ വാഴ്ത്തിക്കൊണ്ട് ഹൃദയം നിറഞ്ഞ അനുസരണ പ്രഖ്യാപനമായിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്നവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വലി തുക്മിലുൽ ഇദ്ദത വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഈ എണ്ണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു മാസക്കാലത്തെ വ്രത കാലഘട്ടത്തിന്റെ എണ്ണം ഇപ്പോൾ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ ലഭ്യമായതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു മാസക്കാലത്തെ ഈ വ്രതാനുഷ്ഠാനം, അതിന്റെ എണ്ണം പൂർത്തീകരിച്ച നിറവിൽ തികവിൽ വിശ്വാസി മുഴക്കുന്ന തക്ബീറാണ് അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ. ഒരു മാസക്കാലം നാം പ്രാർത്ഥനയിലായിരുന്നു. രാവും പകലും ഭേദമന്യേ നമ്മുടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നാഥന്റെ വിളിക്കുത്തരം ചെയ്ത് പള്ളികളിൽ ഒരുമിച്ച് കൂടി നാം പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ സമുദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ കൂടെ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഒരു മാസക്കാലം വിശ്വാസി സമൂഹം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തീവ്രമായ ഒരു ആരാധനയിലൂടെ, ആ ആരാധനയുടെ ഊടും പാവും പ്രാർത്ഥനയാണെന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും, നമുക്കും നമ്മുടെ കുടുംബത്തിനും സമുദായത്തിനും സമൂഹത്തിനും സർവോപരി ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നാം തിരിച്ചറിഞ്ഞു. ആ പ്രപഞ്ചനാഥനാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ. നമ്മുടെ നാഥൻ അവനാണ്. സകല മനുഷ്യരെ സൃഷ്ടാവ് അവനാണ്. ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ശക്തി അവനാണ്. ഈ പ്രപഞ്ചം അവന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കാൻ മാത്രമുള്ള ഒന്നാണ്. അതുകൊണ്ട് അനാദിയായ, അനന്ത്യനായ, അദൃശ്യനായ, അരൂപിയായ, അവിഭാജ്യനായ ആ തമ്പുരാനോട് നാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയായിരുന്നു.
അല്ലാഹുമ്മർഹംനാ യാ അർഹമർ റാഹിമീൻ എന്ന് ഈ വ്രതമാസക്കാലത്തിന്റെ തുടക്കം മുതൽ നാം നടത്തിയ പ്രാർത്ഥന ഉദാഹരണം, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ എന്നാണ്. എന്നോട് എന്നല്ല, എന്റെ കുടുംബത്തോട് എന്നല്ല, മുസ്ലിം സമുദായത്തോട് എന്നല്ല, ഞങ്ങളോട് പടച്ചവനെ നീ കനിയണേ. ഞങ്ങളുടെ ദൗർബല്യങ്ങൾ പുറത്തും ഞങ്ങളുടെ ക്രൗര്യങ്ങളെ മറന്നും ഞങ്ങളുടെ വീഴ്ചകളെ വിട്ടുവീഴ്ച ചെയ്തും ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ എന്നായിരുന്നു നമ്മുടെ പ്രാർത്ഥന. വിശുദ്ധ ഖുർആൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾ നാഥനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി. ആ വാഴ്ത്തലിന്റെ പിന്നിലെ സാക്ഷാൽ പ്രചോദനം അവൻ നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു എന്നതാണ്. വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ മാലോകർക്കുള്ള പൈതൃക സ്വത്തായി നാഥൻ ഈ ഒരു വ്രതമാസക്കാലത്തിലെ അവസാനത്തെ 10 ഒരു രാവിൽ അവതരിപ്പിച്ചു തുടങ്ങി. ആ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന മാർഗദർശനത്തിന്റെ സന്ദേശം മാലോകർക്ക് ലഭ്യമായതിനെ, നമുക്ക് ലഭ്യമായതിനെ അനുസ്മരിച്ചുകൊണ്ട് നാം പിന്നെയും ഉറക്കമുഴക്കി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ അല്ലാഹു മാത്രമാണ് ഒരേ ഒരു ദൈവം. അവനാണ് ഈ പ്രപഞ്ചത്തെ അഖിലം സൃഷ്ടിച്ചത്, അവനാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. അതുകൊണ്ട് അലാ ലഹുൽ ഖൽഖു വൽ അംർ, അറിയുക അവനാണ് സൃഷ്ടാവ് എന്നതിനാൽ അവന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടാണ് നാം ജീവിക്കേണ്ടത്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ നമുക്ക് നൽകിയ, മാലോകർക്ക് നൽകിയ ഈ മാർഗദർശക ഗ്രന്ഥം, ആ ഏറ്റവും വലിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നാം അവന്റെ നാദത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. പിന്നെയും ഖുർആൻ പറയുന്നു വലഅല്ലകും തഷ്കുറൂൻ, അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി. അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനവും അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഒരു ദിനം, ഈ ആഘോഷം, ആ ആഘോഷം മുഴുക്ക നാഥന്റെ നാമത്തെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും സർവലോക രക്ഷിതാവിന്, അവന്റെ നാമം നീണാൾ വാഴട്ടെ എന്ന് നാം ആത്മാർത്ഥമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ ഒരു നാളിനെ, ഒരു കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് സവിശേഷമായ ഈ സുദിനത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നാം അള്ളാഹുവിന്റെ നാമത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യകുലത്തിന്റെ പ്രയാണത്തോടൊപ്പം അവതരിച്ചു കിട്ടിയ ഒരു ഗ്രന്ഥത്തിന്റെ ആ അവതരണത്തിന്റെ അനുസ്മരണ വാർഷികമാകുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു ദിവസത്തെ ആഘോഷം, അതാണ് ഈ പെരുന്നാളിന്റെ പ്രാധാന്യം, അതാണ് ഈദുൽ ഫിത്തറിന്റെ മഹത്വം എന്ന് നാം മനസ്സിലാക്കുന്നു. മനുഷ്യനോടൊത്ത് അവതരണം പൂർത്തിയായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. 23 കൊല്ലക്കാലം കൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സന്ദേശം ഹിറാ ഗുഹയിൽ അവതരിച്ചത് മുതൽ ഒരു സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിനൊപ്പം, കാലത്തിനൊപ്പം. ആ കാലത്തിന്റെ സകല ദൗർബല്യങ്ങളെയും അതിന്റെ സകല ക്രൗര്യങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കെ 23 കൊല്ലക്കാലം മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടായി വന്ന പ്രതിസന്ധികളെ, ആ പ്രതിസന്ധികൾ കൃത്യമായ വെളിച്ചമായി ചരിത്രത്തിന്റെ ദശാസന്ധിയിൽ നാഥന്റെ അനുഗ്രഹ കടാക്ഷങ്ങളായി, ദിവ്യബോധനങ്ങളായി അവതരിച്ച് 23 കൊല്ലക്കാലം കൊണ്ട് പൂർത്തിയായ ഒരു ഗ്രന്ഥം, അതാണ് വിശുദ്ധ ഖുർആൻ. ആ അവതരണ കാലഘട്ടത്തെ സവിശേഷത, അന്ന് പകയുടെ രാഷ്ട്രീയം മേൽക്കൈ നേടിയ കാലമായിരുന്നു. അതായിരുന്നു ജാഹിലിയ കാലഘട്ടം, കൊല്ലിന്റെയും കൊലയുടെയും കാലം. നിസ്സാര വിഷയങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യുന്ന പാരമ്പര്യം. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അഭിസംബോധിതരായ മക്കക്കാർ, അവർ ഗോത്രവൈരത്താൽ, വംശവൈരത്താൽ, വംശവെറിയാൽ പകയുടെയും വിദ്വേഷത്തിന്റെയും പുതിയ പുതിയ അധ്യായങ്ങൾ, രക്തക്കറയുടെ പുതിയ പുതിയ അധ്യായങ്ങൾ രചിച്ചു കൊണ്ടിരുന്നവരായിരുന്നു. അവരുടെ ഒരു മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു, ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമ. നിന്റെ ഗോത്രക്കാരൻ, നിന്റെ പാർട്ടിക്കാരൻ, നിന്റെ വംശക്കാരൻ, നിന്റെ പക്ഷക്കാരൻ, അവൻ അക്രമിയാവട്ടെ, ആക്രമിക്കപ്പെടുന്നവനാവട്ടെ, അവൻ മർദ്ദകനാവട്ടെ, മർദ്ദിതനാവട്ടെ, നീ അവന്റെ കൂടെ നിൽക്കണം എന്ന്. മർദ്ദിതനാണെങ്കിൽ കൂടെ നിൽക്കേണ്ടത് എങ്ങനെ എന്ന് ലോകത്തിനറിയാം. ആ മർദ്ദിതനെ സഹായിച്ചുകൊണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. എന്നാൽ ഇവരുടെ മുദ്രാവാക്യം മർദ്ദകനാണെങ്കിലും കൂടെ നിൽക്കണം, കാരണം അവൻ നിന്റെ പാർട്ടിക്കാരനാണ്, അവൻ നിന്റെ ദേശക്കാരനാണ്, അവൻ നിന്റെ വംശക്കാരനാണ്, അവൻ നിന്റെ സമുദായക്കാരനാണ്, അവൻ നിന്റെ കുടുംബക്കാരനാണ്. ഇതായിരുന്നു ജാഹിലിയത്തിന്റെ മുദ്രാവാക്യം. ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമ. നിന്റെ കുടുംബക്കാരൻ, നിന്റെ ഗോത്രക്കാരൻ, നിന്റെ സഹോദരൻ, അവൻ മർദ്ദകനാണെങ്കിലും നീ കൂടെ നിൽക്കണം, അവൻ മർദ്ദിതനാണെങ്കിലും കൂടെ നിൽക്കണം. ഇങ്ങനെ പകയുടെ, വിദ്വേഷത്തിന്റെ ഈ വിശാലമായ ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ മേൽക്കൈ നേടിയ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യനെ ഇണക്കി, മനുഷ്യത്വത്തിന് ഉയർച്ച നൽകി, മാനവിക ഐക്യം വിളക്കിച്ചേർത്ത വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ ആദ്യ അഭിസംബോധിതരായ, പരസ്പരം വൈര്യത്തോടെ ജീവിച്ച 2 ഗോത്രങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, വദ്കുറൂ, നിങ്ങൾ സ്മരിക്കണം,
വദ്കുറൂ ഇദ് കുന്തും അഅദാഅൻ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഗോത്ര വൈരത്താൽ ശത്രുതയുടെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്നവർ. അങ്ങനെയുള്ള നിങ്ങൾ ഓർക്കണം, വദ്കുറൂ ഇദ് കുന്തും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട്, ഈ മഹിതമായ ആദർശം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, ഇപ്പോൾ നിങ്ങൾ മനുഷ്യത്വത്തെ അറിയുന്നു, നിങ്ങൾ സാഹോദര്യത്തെ അറിയുന്നു, നിങ്ങൾ സമത്വത്തെ ഉദ്ഘോഷിക്കുന്നു. നിങ്ങൾ മനുഷ്യത്വം ഏറ്റവും അധികം വിലമതിക്കേണ്ടുന്ന ഒന്നാണ് എന്ന വലിയ പാഠം നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇவ்விധം നിങ്ങളെ മനുഷ്യരാക്കിയത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ സന്ദേശമാണ്. അത് നിങ്ങൾ സ്മരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ആ കാലഘട്ടത്തിലെ മനുഷ്യർക്കിടയിലെ വൈര നിർയാതന ബുദ്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിപ്ലവത്തെ കുറിച്ച് പറയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൃംഖലയായി നടന്നുകൊണ്ടിരിക്കുന്ന അവർക്കിടയിലെ കൊലയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഓർക്കണം, അന്ത്യനാൾ സംഭവിക്കുന്നത് ഹർജ് സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹർജ് ഒഴിവാക്കണം. സഹോദരന്മാർ ചോദിച്ചു, പ്രവാചകരെ, ഹർജ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു അറബി പ്രയോഗമാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രയോഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ ഹർജ് അൽ ഖത്ൽ, അൽ ഖത്ൽ കൊല, കൊല. ഇവിടെയും രക്തം, രക്തദാഹത്തിന്റെ ഭീകരമുഖങ്ങൾ, ക്രൗര്യം ഉള്ളിലൊളിപ്പിച്ച മാന്യ വസ്ത്രധാരികൾ, ക്രൗര്യം ഒളിപ്പിച്ച മാന്യതയുടെ പര്യായങ്ങൾ. അങ്ങനെയാണ് പുതിയ കാലഘട്ടം. ഇതായിരുന്നു പഴയ കാലവും. ഇതായിരുന്നു പഴയ കാലമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അനുചരന്മാർ ഓർക്കണം. അങ്ങനെയുള്ള ഒരു ജാഹിലിയത്തിൽ നിസ്സാര വിഷയങ്ങൾ തുടങ്ങി കൊല്ലിന്റെയും കൊലപാതകത്തിന്റെയും വലിയ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക ആശയങ്ങൾ കടന്നു വന്നു. വിശുദ്ധ ഖുർആന്റെ വീജികൾ, അതിന്റെ ശബ്ദവീജികൾ, അതിന്റെ സൂക്തികൾ, അത് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ ഉദാത്ത ഭാവത്തിലേക്ക് പരത്തി അങ്ങോട്ട് അവരെ കൈപിടിച്ച് ഉയർത്തി അങ്ങനെ ഈ സന്ദേശത്തിന്റെ വക്താക്കളായി ലോകത്തിന് മേൽ എഴുന്നേൽപ്പിച്ചു നിർത്തൂ. അങ്ങനെയുള്ള ഒരു വിശുദ്ധ ഖുർആൻ അവതരിച്ചതിനെ അനുസ്മരിക്കുന്ന നാം പുതിയ കാലഘട്ടത്തിലും വലിയ മാറ്റങ്ങൾ ദർശിക്കുന്നില്ല. ജാഹിലിയത്തിന് വലിയ മാറ്റങ്ങളില്ല എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. ആ അന്ധകാര യുഗത്തിന് പുതിയ ഭാവപ്പകർച്ച വന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇന്നും രക്തം ഒരു സവിശേഷമായ ഒന്നാണ്. കൊല ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു. കുടുംബത്തിൽ തുടങ്ങി സമൂഹഗാത്രത്തിന്റെ ഉയർന്ന തലം വരെ കൊലപാതകത്തിന്റെ പുതിയ പുതിയ രംഗങ്ങൾ. അതാണ് പുതിയ കാലമെന്ന് മനസ്സിലാക്കണം. അന്ന് ആ കാടൻ അറബി പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു എങ്കിൽ ഇന്ന് പരിഷ്കൃത ലോകത്ത് സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രത്തിനകത്ത് വെച്ച് സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്ന പരിഷ്കാരികളുള്ള കാലം. കുടുംബത്തിനകത്ത് തുടങ്ങുന്ന കൊലപാതകം, അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബ ആധിപത്യത്തിന്റേതും നാം ഉണ്ടാക്കി വെച്ച തറവാടിത്തത്തിൻ്റെതുമായ മഹത്വത്തിന്റെ പേരിൽ ഹോണർ കില്ലിംഗ്. അങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ പ്രയോഗം എന്ന് നമുക്കറിയാം. നമുക്ക് പറ്റാത്ത തലത്തിലുള്ള ഒരു സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകളുമായി ഏതെങ്കിലും അർത്ഥത്തിൽ ആർക്കെങ്കിലും ഒരു സ്നേഹബന്ധം ഉണ്ടായി തീർന്നാൽ ആ പ്രണയബന്ധം ഒരു വിവാഹത്തിൽ എത്തുമെന്ന് കാണുമ്പോൾ അവിടെ കുടുംബത്തിൽ കൊലപാതകം നടക്കുന്നു. ഹോണർ കില്ലിങ്ങിന്റെ നീണ്ട നിരകൾ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു. ആ അറബികളോട് വൈദൽ മഊദത്തു സുഇലത് ബി അയ്യി ദമ്മിൻ ഖുതിലത്, നിങ്ങളുടെ സ്വന്തം മക്കൾ എന്തിന്റെ പേരിൽ നിങ്ങളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഭയാശങ്ക പോലും പുതിയ കാലഘട്ടത്തിലെ മനുഷ്യനില്ല എന്ന്. പിന്നീട് അങ്ങോട്ട് മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ലൈംഗിക അരാജകത്തിന്റെ പേരിൽ കൊലകൾ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, ബിസിനസ് തർക്കത്തിന്റെ പേരിൽ, അവിടെ നിന്ന് അങ്ങോട്ട് രാഷ്ട്രീയ രംഗത്തെ വളർച്ചയിൽ തടസ്സമായി വരുമെന്ന് കാണുമ്പോൾ അവിടെയും കൊലപാതകത്തിന്റെ വലിയ വലിയ രംഗങ്ങൾ. മതത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, പാർട്ടി പക്ഷപാതത്തിന്റെ പേരിൽ മതവർഗീയതയും വർഗവർഗീയതയും ഉൾപ്പെടെ പിത്തലാട്ടം നടത്തുന്ന ഒരു കാലം. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, പക്ഷപാതിത്വങ്ങളിലേക്ക് ക്ഷണിക്കുന്നവർ, വർഗീയതയിലേക്ക് വിളിക്കുന്നവർ, ധ്രുവീകരണത്തിന് ആഹ്വാനം ചെയ്യുന്നവർ, അവർ നമ്മിൽപ്പെട്ടവരല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ വമൻ ഖുതില അലാ അസബിയ്യ, പക്ഷപാതിത്വത്തിന്റെ പേരിൽ, വർഗ വൈര്യത്തിന്റെ പേരിൽ, അങ്ങനെ വംശവെറിയുടെ പേരിൽ വധിക്കുന്നവനും വധിക്കപ്പെടുന്നവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. പുതുകാലഘട്ടത്തിൽ ഇനിയും വെളിപാടായി പെയ്തിറങ്ങേണ്ടുന്ന പ്രഖ്യാപനങ്ങൾ. അങ്ങനെ വേണം നാം അതിനെ മനസ്സിലാക്കാൻ. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നാം അറിയുന്നു, നമ്മെ ഭരിക്കുന്നവരും നയിക്കുന്നവരും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും വരെ അവരുടെ തൊഴിൽ മേഖലയിലെ പുരോഗതിയും പ്രമോഷനും വധത്തിലൂടെ, കൊലപാതകത്തിലൂടെ നേടുന്നു എന്ന്. അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ട ഒരു നാടാണ് നമ്മുടെ നാട്. വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ, വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ എന്ന പ്രയോഗം
പലർക്കും പ്രമോഷൻ സാധ്യതകളാണ് എന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. അധിനിവേശ ശക്തികൾ നടത്തുന്ന വേറെയും കൊലകൾ, ആ കൊലകളാണെങ്കിൽ യഥാർത്ഥത്തിൽ കൂട്ടക്കൊലകളെയും വംശഹത്യയെയും തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് പിന്തുണക്കുന്നവർ. സിറിയയിൽ നടക്കുന്ന കൊലപാതകത്തിനെതിരെ അത് നിർത്തണമെന്ന് പറയാനുള്ള പ്രമേയം വരുമ്പോൾ അതിനെ വീറ്റോ നടത്തി റഷ്യ ഇല്ലാതാക്കി കളയുന്നു. വീറ്റോ പവർ ഉപയോഗിച്ച് കൂട്ടക്കൊലകളെയും വംശഹത്യയെയും ഉപയോഗപ്പെടുത്തുകയും നിലനിർത്തുകയും അതിന് പിന്തുണ കൊടുക്കുന്ന പുതിയ ലോകക്രമം, അതാണ് ഈ ലോകക്രമം. കൊലപാതകത്തിന്റെ ക്രമമാണെന്ന് മനസ്സിലാക്കണം. ഫിലസ്തീനിലെ മനുഷ്യർ പച്ചയായി കൊല ചെയ്യപ്പെടുമ്പോൾ മാ നിഷാദ എന്ന് ലോകവേദി ഒന്നിച്ചു പറയാൻ തീരുമാനിച്ച പ്രമേയം കൊണ്ടുവന്നാൽ ആ പ്രമേയത്തെ വീറ്റോ കൊണ്ട് തകർക്കുന്ന അമേരിക്കൻ സംവിധാനം. ഇങ്ങനെ അങ്ങ് നോക്കുമ്പോ കുടുംബത്തിനകത്ത് തുടങ്ങി സമുദായങ്ങളും സമൂഹവും കൊച്ചു സംസ്ഥാനങ്ങളാകുന്ന രാഷ്ട്രീയ ക്രമവും ആ സംസ്ഥാനങ്ങളിലെ തൊഴിൽ പ്രമോഷൻ സംവിധാനങ്ങളും അവിടെ നിന്ന് അങ്ങോട്ട് ലോകവും രാജ്യവും അങ്ങനെ അങ്ങ് ചെല്ലുമ്പോ ഇന്ത്യയിൽ വരെ അസമിലെ സഹോദരന്മാർ അനുഭവിച്ച ക്രൂരത, അങ്ങ് ബർമയിൽ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അനുഭവിച്ച ക്രൂരത, ഇതെല്ലാം കൊലപാതകം കൊലപാതകം അൽ ഖത്ൽ അൽ ഖത്ൽ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിലെ ആ പകയുടെ രാഷ്ട്രീയത്തിന് ഇന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് പുതിയ ഭാവപകർച്ചയോടെ നിൽക്കുന്നു. ഇവിടെയാണ് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് ലോകത്തിന് നാം ഖുർആനിന്റെ മഹത്വവും സന്ദേശവും എത്തിച്ചു കൊടുക്കേണ്ടത്. പരിഷ്കൃത ലോകം രക്തദാഹത്തിന്റെ ലോകമായി മാറിയിരിക്കുന്നു. ഇവിടെ ധാർമ്മികത വീണ് കിടക്കുന്നു, മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു, മനുഷ്യത്വം അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ. ഒരു കൊലപാതകം നടത്തുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് ഇവനെ കൊല്ലുന്നത് എന്ന്. വലൽ മഖ്തൂലു ഫീമ ഖുതില. കൊല ചെയ്യപ്പെടുന്നവരും അറിയില്ല ഞാൻ എന്തിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന്. അങ്ങനെ ഒരു കാലം വരും. ഇന്ന് ആ കാലമാണ് കൊട്ടേഷൻ ടീമുകൾക്ക് ആധിപത്യമുള്ള കാലം. അതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചവനെ കൊല്ലുക, അങ്ങനെ പണം വാങ്ങുക എന്നതിനപ്പുറത്ത് കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനിവനെ കൊല്ലണമെന്ന്. കൊല ചെയ്യപ്പെടുന്നവൻ ആ രണ്ട് വെട്ടിന്റെ ഇടയിലെ ഉണർച്ചയിൽ കൊല്ലുന്നവന്റെ മുഖം കാണുമ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഇവൻ എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന്. അപ്പോൾ കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനുവനെ കൊല്ലുന്നു എന്ന്. കൊല ചെയ്യപ്പെടുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിന് കൊല ചെയ്യപ്പെടുന്നു എന്ന്. അങ്ങനെയുള്ള ഒരു കാലം സംഭവിക്കും. അതാണ് ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ അടയാളമെന്ന് മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്കിൽ ആ ലോകക്രമത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ പകച്ചു നിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിച്ചു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് കഅന്നമാ ഖതലൻ നാസ ജമിഅ. ഒരാളെ അന്യായമായി കൊന്നാൽ, ഒരു നാട്ടിൽ ധ്രുവീകരണത്തിന്റെ, ശാസ്ത്രവത്തിന്റെ, വർഗീയതയുടെ ഫിത്തിന, ഫസാദ്, കുഴപ്പം പ്രചരിപ്പിച്ചാൽ അവൻ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നവനെ പോലെയാണ്. ആരെങ്കിലും ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോവാതെ സമാധാനത്തിന്റെ വഴിയെ മനുഷ്യരെ ഉറപ്പിച്ചു നിർത്തിയാൽ, രക്തത്തിന്റെ വഴി കൈവിട്ട് കളഞ്ഞാൽ അവൻ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ്. മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെ, ലോകത്തെ നിലനിർത്തിയവനെ പോലെ എന്നാണ്. അത്രയും ഉദാത്തമായ സന്ദേശം ഈ പകയുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നു എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. ഇതാണ് ഈ സവിശേഷമായ നാളിലെ ഈദുൽ ഫിത്റിന്റെ മുഖ്യ സന്ദേശം തിരിച്ചറിയുക. ആ ഖുർആൻ വീണ്ടും മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തി വെക്കുന്നു, അവന്റെ അവകാശങ്ങളെ കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിക്കുന്നു, അവനെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാഥനോട് പോലും നിങ്ങൾക്ക് വിയോജിക്കാം, ആർക്കും ആരോടും വിയോജിക്കാം. വിയോജിപ്പിന്റെ ഒരു സുന്ദരമായ ക്രമം നമുക്ക് ശീലിക്കാൻ കഴിയണം. ഇന്ന് വിയോജിപ്പാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. വിയോജിപ്പ് കൊലപാതകത്തിന്റെ പുതിയ രംഗങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു എങ്കിൽ വിശുദ്ധ ഖുർആൻ മനുഷ്യത്വത്തെ ആദരിച്ചുകൊണ്ട് പറഞ്ഞു, ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനെ അനുസരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനോട് ധിക്കാരവും കാണിക്കാം. വിയോജിപ്പ് നിങ്ങൾക്കാവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രമം സ്വീകരിച്ച് ജീവിക്കാം, നിങ്ങൾക്ക് ഈ ക്രമത്തെ വിട്ടിട്ടും ജീവിക്കാം. അപ്പോഴും നിങ്ങൾക്ക് വായു ശ്വസിക്കാൻ കഴിയും, അപ്പോഴും നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയും, അപ്പോഴും നിങ്ങൾക്ക് അനുവദിച്ച ആയുഷ്കാലം വരെ വിഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിങ്ങളോട് നാഥൻ അന്യായം കാണിക്കില്ല എന്ന് വിയോജിപ്പിന്റെ ഏറ്റവും സുന്ദരമായ രീതിശാസ്ത്രം പഠിപ്പിച്ചും ആ ക്രമത്തിനകത്തും സ്വസ്ഥമായി ജീവിക്കണമെന്നും വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്റെ ഈ അന്തസ്സിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്ന ദിമാഅക്കും ഹറാമുൻ അലൈക്കും വ ഇന്ന അറാലക്കും ഹറാമുൻ അലൈക്കും വ ഇന്ന അംവാലക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ പവിത്രമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്തം പവിത്രമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്തും പവിത്രമാണ്.
കഹുർമതി യൗമികും ഹാദാ കശഹരികും ഹാദാ കബലദികും ഹാദാ. ഈ നാടിന്റെ പവിത്രത പോലെ, ഈ ദിനത്തിന്റെ പവിത്രത പോലെ, ഈ പ്രദേശത്തിന്റെ പവിത്രത പോലെ അറഫ മൈതാനിൽ സമ്മേളിച്ച മുസ്ലിം സഹോദരന്മാർക്ക് നൽകുന്ന നിർദ്ദേശമാണ്. അതുകൊണ്ട് മനുഷ്യ ജീവന്റെ പവിത്രത, മനുഷ്യന്റെ അഭിമാനത്തിന്റെ പവിത്രത, മനുഷ്യന്റെ അന്തസ്സിന്റെ പവിത്രത, മനുഷ്യന്റെ സമ്പത്തിന്റെ പവിത്രത ഉയർത്തി കാണിക്കാൻ ഒരു പുതിയ കലാപം നടത്തേണ്ടി വന്നിരിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ. അത് യഥാർത്ഥത്തിൽ ക്രിയാത്മകമായ ഒരു കലാപമാവട്ടെ, അത് ആയുധത്തിന്റെ കലാപമല്ല. മഹിതമായ മാനുഷിക മൂല്യങ്ങളുടെ പ്രചാരണവും പ്രബോധനവും കൊണ്ട് മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിവെക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നാം ഈ സമൂഹത്തെ നയിക്കണം, ഈ രാജ്യത്തെ മാറ്റണം, ലോകക്രമത്തെ മാറ്റാൻ മുസ്ലിമീങ്ങൾ ആ നിലക്ക് ബാധ്യതപ്പെട്ടവരാണ്. ഇന്ന് കയ്യൂക്കിന്റെ കാലം തിരിച്ചു വന്നിരിക്കുന്നു. മൈറ്റ് ഈസ് റൈറ്റ്. കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. ശക്തൻ തീരുമാനിക്കുന്നതാണ് തീരുമാനം. യൗകുലു മിന്നൽ കവിയു അൽ-ലഈഫ്. ശക്തൻ ദുർബലനെ തിന്നുന്ന കാലം. അതാണ് പുതിയ കാലഘട്ടത്തിന്റെ ഭാഷ. 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് നജ്ജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ട, അങ്ങോട്ട് പലായനം ചെയ്തു വന്ന മുസ്ലിം സഹോദരന്മാരിൽ പ്രഗത്ഭനായ വ്യക്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിന് ശേഷം ഞങ്ങൾ അനുഭവിച്ച ആ ഉന്നതമായ മൂല്യങ്ങൾ, ഞങ്ങൾക്ക് ലഭ്യമായ അവകാശങ്ങൾ, ഞങ്ങളോട് കാണിച്ച സ്നേഹം, അംഗീകാരം, അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ് യൗകുലു മിന്നൽ കവിയു അൽ-ലഈഫ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തർ ദുർബലരെ തിന്നുന്ന കാലമായിരുന്നു പ്രവാചകന്റെ ആഗമനകാലം. അങ്ങനെ ഇരിക്കെ ദുർബലരായ ഞങ്ങൾക്ക് താങ്ങും തണലുമായി വന്നത് ഈ മഹാനായ പ്രവാചകനായിരുന്നു എന്ന്, അതായിരുന്നു അക്കാലഘട്ടത്തിൽ പ്രവാചകനെ അനുഭവിച്ച ആളുകളുടെ അനുഭവമെങ്കിൽ നാം ആ അനുഭവങ്ങളെ പകർത്താൻ ബാധ്യതപ്പെട്ടവരാണ്. ഉള്ളവൻ ഇല്ലാത്തവനെ ഞെരുക്കുന്ന, അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ ഒതുക്കുന്ന ഈ പുതിയ പകയുടെ, അനീതിയുടെ കാലഘട്ടത്തിൽ നീതിയുടെ പക്ഷം നിൽക്കാൻ ഖുർആൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു, മാലോകരെ ആഹ്വാനം ചെയ്യുന്നു. അതാണ് ഈ പെരുന്നാളിന്റെ രണ്ടാമത് സന്ദേശം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ്, നമ്മോട് വിയോജിക്കുന്നവരോടുള്ള അറപ്പ്, അത് ഒരിക്കലും അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നമുക്ക് ഇഷ്ടമില്ലാത്തവരോട് അന്യായം കാണിക്കുന്ന രീതിശാസ്ത്രം മനുഷ്യകുലത്തിന്റെ അന്ത്യമടുത്തു എന്ന വിളംബരമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ഈ ശ്രമം മനുഷ്യകുലത്തിന്റെ അന്ത്യമടുത്തു എന്ന വിളംബരമാണ്. ആ വിളംബരത്തെ ഭീതിയോടെ ഓർക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നിങ്ങൾ നീതിപൂർവ്വം വർത്തിക്കുക. ഹുവ അഖ്റബു ലിത്തഖ്വ. അതാണ് ഭക്തി, അതാണ് ദൈവഭയം, അതാണ് ആത്മീയത, അതാണ് നിങ്ങൾ ദൈവദാസന്മാരാണെന്നതിന്റെ പ്രകടമായ ഭാവം എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ. ഈ പരിഷ്കൃത ലോകത്ത് അനീതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് മുസ്ലിം സമൂഹം. നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോ നോമ്പും നമുക്ക് വലിയ വേദനകൾ സമ്മാനിക്കാറുണ്ട്. ഓരോ പെരുന്നാളും നമുക്ക് വലിയ വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഈ നോമ്പും പെരുന്നാളും അസമിലെ നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ച തീവ്രമായ ദുരന്തത്തിന്റെ വേദനകളുടെ നരിപ്പോടുകളുമായിട്ടാണ് നാം പള്ളികളിൽ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നമ്മുടെ എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. നമ്മുടെ സ്വന്തം സഹോദരന്മാർ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായിട്ട് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന, വെള്ളം തിളച്ചുകൊണ്ടിരുന്ന കലത്തിലേക്ക് കണ്ണും നട്ട് ആരെങ്കിലും നൽകുന്ന അരി കലത്തിലിട്ട് തിളപ്പിച്ചിട്ട് നോമ്പ് തുറക്കാൻ കാത്തിരുന്നവർ, അത്താഴം കഴിക്കാൻ കാത്തിരുന്നവർ. എന്നിട്ടോ അവർ വിധി ചോദിച്ചത്രേ, ഞങ്ങൾ അത്താഴം കഴിക്കാതെ നോമ്പെടുത്താൽ നോമ്പ് ശരിയാകുമോ എന്ന്. അത്താഴം കഴിക്കാതെ നോമ്പെടുത്താൽ നോമ്പ് ശരിയാകുമോ എന്ന്. അത്രയും ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ക്ഷമയോടുകൂടി മുന്നേറുകയാണ് നമ്മൾ. അതാണ് നാഥൻ കാണിച്ച വഴി, അതാണ് നാഥൻ പഠിപ്പിച്ച വഴി. റോഹിംഗ്യയിലെ മുസ്ലിം സഹോദരന്മാർ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ അറിഞ്ഞു. എന്തിന്റെ പേരിൽ? ഉത്തരം ഖുർആൻ തന്നെ പറഞ്ഞു. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും പ്രതാപവാനുമായ തമ്പുരാനിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ കൊല്ലിനും കൊലക്കും വിധേയപ്പെടേണ്ടി വന്ന ഹതഭാഗ്യർ. അത്തരം ഒരു ദുരന്ത മുഖത്ത് നാം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ സഹോദരന്മാർക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ തന്നെ മനുഷ്യന്റെ അന്തസ്സ് ഉയർന്നിൽക്കണമെന്ന ആ ഒരൊറ്റ ബാധ്യതയാൽ, ആ ഒരു ചിന്തയാൽ നാം സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും, നമ്മോട് ശാസ്ത്രവും പുറത്തുന്നവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോ ഖുർആൻ മൂന്നാമതൊരു സന്ദേശം കൂടി നമുക്ക് നൽകും. അത് ഈ പെരുന്നാളിന്റെ സവിശേഷമായ ഒരു സന്ദേശമാണ്. മർദ്ദിതന്റെ വിജയത്തെ കുറിച്ച വലിയ പ്രതീക്ഷകളാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. മർദ്ദകന്റെ വിജയമല്ല, മർദ്ദകന്റെ പട്ടടയാണ് ഖുർആൻ വരച്ചു കാണിക്കുക. മർദ്ദിതന്റെ ഉന്നതമായ വിജയത്തിന്റെ സോപാനങ്ങളും. ഇതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന മൂന്നാമത് സന്ദേശം. ഫിർഔനിന്റെ പതനം
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അനുചരന്മാരും കടൽ കടന്ന് തീർത്ത വിജയത്തിലേക്കായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വലിയ വലിയ അഹങ്കാരികളും ധിക്കാരികളും മർദ്ദകരും അവർ പട്ടടയിലേക്ക് അമർന്നിരിക്കുമ്പോൾ മർദ്ദിതർ വിജയിക്കുകയായിരുന്നു. ബദറിന്റെ സന്ദേശം അനുസ്മരിച്ചവരാണ് നമ്മൾ വിശുദ്ധ റമദാനിൽ. മർദ്ദിതന്റെ വിജയത്തെയാണ് ബദർ പ്രതിനിധീകരിക്കുന്നത്. ലോകത്തുടനീളമുള്ള മർദ്ദിതർക്ക് പ്രതീക്ഷയാണ് ഖുർആൻ. ലോകത്തുടനീളമുള്ള മർദ്ദിതരുടെ കൂടെയാണ് മുസ്ലിമീങ്ങൾ. ലോകത്തുടനീളമുള്ള മർദ്ദിതരുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് നാം അറിയണം, വിശുദ്ധ ഖുർആൻ നൽകുന്ന മൂന്നാമത് സന്ദേശം മർദ്ദിതന്റെ വിജയം ഇതാ സമാഗതമായിരിക്കുന്നു എന്നാണ്. അധികകാലം ഈ മർദ്ദകർ തുടരില്ല. അവർക്കൊരിക്കലും അങ്ങനെ നീണാൾ വാഴാൻ കഴിയില്ല. അവർക്ക് അനുവദിച്ച നാളത്രയുമുള്ള സഞ്ചാരം മാത്രമാണ്. സമയത്തിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ഫറോവ നമ്രൂദ്മാർ എത്തിപ്പെട്ട ചവറ്റുകൊട്ടയിലേക്ക് ഈ മർദ്ദകന്മാർ എത്തിപ്പെടാൻ സമയത്തിന്റെ പ്രശ്നം മാത്രമാണ്. ഭൂമിയിൽ മർദ്ദിതരായ ആളുകൾക്ക് ആധിപത്യവും വിജയവും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. വനജഅലഹും അഇമ്മ, അവരെ നാം നേതാക്കന്മാരാക്കാൻ പോകുന്നു. വനജഅലകും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ വനജഅലഹും അഇമ്മ വനജഅലഹുൽ വാരിസീൻ, നാം അവരെ നേതാക്കന്മാരായി ഈ ഭൂമിയെ അനന്തരമെടുക്കുന്നവരാക്കി മാറ്റും എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മർദ്ദിതന്റെ വിജയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ മുമ്പിൽ വീണ്ടും പെരുന്നാൾ. ഓരോ പെരുന്നാളിനും ദുരന്തങ്ങൾക്കൊപ്പം നമുക്ക് പ്രതീക്ഷകളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നാം പ്രതീക്ഷയുടെ നല്ല നല്ല തെളിഞ്ഞ ചിത്രങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിൽ നടക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ അതിന്റെ കൃത്യമായ വർത്തമാനങ്ങൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ മർദ്ദിതരായി ജയിലടക്കപ്പെട്ട ഒരു കൂട്ടർ ജയിലിൽ നിന്ന് അധികാരത്തിലേറിയതിന്റെ സുന്ദരമായ ചിത്രം അതേ ഈജിപ്തിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമ അധികാരത്തിന്റെ സോപാനമേറിയ ചരിത്രത്തിന്റെ ആവർത്തനം, മർദ്ദിതരുടെ വിജയം പ്രഘോഷിക്കുന്ന ബദറിന്റെ ആവർത്തനം. അങ്ങനെ ജയിലറകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അധികാരം വാഴുന്ന മുർസിയും കൂട്ടരും ഈജിപ്തിൽ പുതിയ പ്രതീക്ഷയായി ഈ പെരുന്നാളിൽ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ മഹാരഥന്മാരായ സഹാബത്ത് അധികാരം ഏറ്റെടുത്തപ്പോൾ അവർ നടത്തിയ വർത്തമാനത്തിന് തനിയാവർത്തനം ഈ ശവ്വാലിൽ നമ്മൾ വായിച്ചു. ഈ ശവ്വാലിന്റെ അമ്പിളിക്കീറ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന അമ്പിളിക്കേറാണ്. ഈ ശവ്വാലിന്റെ പിറവി പുതിയ പ്രതീക്ഷയിലേക്കുള്ള പ്രത്യാശയിലേക്കുള്ള പിറവിയാണ്. മുർസി പറഞ്ഞ വർത്തമാനം ഇങ്ങനെ: ഞാൻ ദൈവത്തെ അനുസരിക്കുന്നിടത്തോളം, വാഗ്ദാനം പാലിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, എന്നെ സഹായിക്കണം. ഓരോ പൗരനും തുല്യമായ അവകാശങ്ങളും ബാധ്യതകളും ഉണ്ട്. എന്നാൽ എനിക്ക് മാത്രം അവകാശങ്ങളില്ല. ഞാൻ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി നിങ്ങളുടെ അധികാരം ഏറ്റെടുത്തവനാണ്. ഞാൻ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചിട്ടില്ല. തഹ്രീർ സ്ക്വയറിലെ മനുഷ്യരുടെ മുമ്പിൽ സ്വന്തം വസ്ത്രം ഉരിഞ്ഞു കാണിച്ച അദ്ദേഹം പറഞ്ഞ വർത്തമാനമാണ്: ഞാൻ നാഥനെ മാത്രമാണ് ഭയപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ ബുള്ളറ്റ് പ്രൂഫ് അണിഞ്ഞിട്ടില്ല. ആ പഴയ കാലഘട്ടത്തിന്റെ തനിയാവർത്തനം പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ മുന്നേറാം. അതുകൊണ്ട് ഈ പ്രതീക്ഷ, പ്രത്യാശ അത് ഈ പെരുന്നാളിന്റെ സവിശേഷതയാണ്. അത് വിശുദ്ധ ഖുർആന്റെ സന്ദേശമാണ്. മഹിതമായ ഈ സന്ദേശങ്ങളെ നാം നെഞ്ചേറ്റ് വാങ്ങുക. അങ്ങനെ ഈ പ്രകാശത്തെ നാം ഏറ്റെടുക്കുക. ഈ പ്രകാശത്തെ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഈ പ്രകാശവുമായി നമ്മൾ കടന്നു ചെല്ലുക. ഈ പ്രകാശത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആർക്കും അതില്ലാതാക്കാൻ കഴിയില്ല എന്ന ഖുർആനിന്റെ മഹത്തായ വിളംബരം നമുക്ക് ആവേശം പകരട്ടെ. അള്ളാഹുവിന്റെ ഈ പ്രകാശത്തെ സ്വന്തം നാവ് കൊണ്ട്, സ്വന്തം വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ അവർക്കൊരിക്കലും ശ്രമിക്കാൻ, അത് നടത്താൻ കഴിയില്ല. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹ് അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നൂറാണ്. നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള പ്രകാശം, നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രകാശം, സമുദായ, സമൂഹ, രാഷ്ട്ര, ലോക ഗാത്രത്തിന് പ്രകാശം. അതുകൊണ്ട് ആ പ്രകാശത്തിന്റെ പ്രകാശം തിരിച്ചറിയുക. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് എന്തൊരു പ്രകാശം. അതുകൊണ്ട് ഈ പ്രകാശത്തെ ഏറ്റുവാങ്ങിയിട്ട് വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ടും പഠനം കൊണ്ടും പ്രശോഭിതമായ ഹൃദയങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് വഴികാട്ടിയാവട്ടെ. അങ്ങനെ കർമ്മരംഗത്ത് ഇറങ്ങുക. ആ കർമ്മരംഗത്തേക്ക് നമ്മെ നയിക്കുകയാണ് ഈ ചെറുപെരുന്നാൾ ദിനം. നമ്മൾ അറിയണം, റമദാൻ മാസം ഇത് കഴിഞ്ഞു. ശവ്വാലിന്റെ അമ്പിളിക്കീറിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ റമദാൻ കഴിഞ്ഞു. റമദാൻ മരിച്ചിരിക്കുന്നു. ഇനി അടുത്ത വർഷമേ ജീവിക്കൂ. പക്ഷെ നമ്മൾ അറിയണം, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്. അവന്റെ വേദഗ്രന്ഥത്തിന്റെ പ്രകാശം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു മാസക്കാലത്തെ പരിശീലനം, അതിലൂടെ നേടിയെടുത്ത തഖ്വാബോധത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ഇന്ന റമദാന ഖദ്മാത് മങ്കാന അലാ മങ്കാന യഅബുദു റമദാന, ആരെങ്കിലും റമദാൻ മാസത്തെയാണ് ആരാധിച്ചത് എങ്കിൽ അവരറിയണം, ഇന്ന റമദാന ഖദ്മാത്, റമദാൻ മരിച്ചിരിക്കുന്നു, റമദാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മങ്കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫൈനല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്,
അള്ളാഹു മരണമില്ലാത്തവനാണ്, അവരെന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ സവിശേഷമായ പാഠങ്ങളെ നെഞ്ചേറ്റു വാങ്ങിയിട്ട് അച്ചടക്കപൂർണമായ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, മനുഷ്യകുലത്തിന്റെ നന്മ കൊതിക്കുന്ന, എതിരാളികളെ പോലും സ്നേഹിക്കുന്ന ഉദാത്തമായ ധർമ്മഭാവം ഏറ്റെടുത്തുകൊണ്ട് കൊല്ലിന്റെയും കൊലയുടെയും പകയുടെയും രാഷ്ട്രീയ മൈതാനത്തിൽ, മതത്തിന്റെ വൈര്യത്തീർത്ത മൈതാനത്തിൽ മനുഷ്യത്തിന്റെ മാലാഖമാരായിട്ട് മാറാൻ ഈ ചെറുപെരുന്നാൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഈ സന്ദേശം ഏറ്റെടുക്കാൻ ഈ മൈതാനത്ത് ഒത്തുകൂടിയ നമുക്കേവർക്കും സാധിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواه رحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.